എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് 2026 കറണ്ട് അഫെയറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം കറണ്ട് അഫെയർ എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അറിയാം അല്ലേ. മത്സര പരീക്ഷകളിൽ കറണ്ട് അഫെയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഇനി ഞാൻ തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊരു സീരീസ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഒരു വീക്ക്ലി സീരീസ് പോലെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ക്ലാസ് കേൾക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എങ്ങനെ ചെയ്യുക, ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ പറയുന്ന മെയിൻ പോയിന്റ്സ് അതുപോലെ തന്നെ എഴുതി നമുക്കൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചേ, ആദ്യത്തെ ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തർപ്രദേശ് പോലീസ് ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തർപ്രദേശ് പോലീസിൽ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായിട്ടുള്ള മലയാളി ആര്? മലയാളി ആരാണ്? എസ് കിരൺ ആണ് കേട്ടോ. ആരാണ്? എസ് കിരൺ ആണ് കേട്ടോ. എന്താണ്? ഉത്തർപ്രദേശ് പോലീസിൽ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി. ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി എവിടെ? ഉത്തർപ്രദേശിൽ. ആരാണ്? എസ് കിരൺ ആണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ കാലതാമസമില്ലാതെയും വിക്ഷേപിക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? SSLV ആണ് കേട്ടോ. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ കാലതാമസമില്ലാതെയും വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് ഏതാണ്? SSLV ആണ് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് കറണ്ട് അഫെയർ നമ്മൾ കവർ ചെയ്തു അല്ലേ. ഇനി അടുത്ത നോക്കിയേ, ശ്രീഹരിക്കോട്ടയെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം വരുന്നുണ്ട്. ഏതാണ്? ISROയുടെ സോളിഡ് മോട്ടർ സ്റ്റാറ്റിക് ടെസ്റ്റ് ഫെസിലിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? സോളിഡ് മോട്ടർ സ്റ്റാറ്റിക് ടെസ്റ്റ് ഫെസിലിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീഹരിക്കോട്ടയിൽ കേട്ടോ. എന്താണ്? ISROയുടെ സോളിഡ് മോട്ടർ സ്റ്റാറ്റിക് ടെസ്റ്റ് ഫെസിലിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 3 ചോദ്യം കവർ ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കുന്ന എന്തൊക്കെയാ? സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്ന കാർബൺ നികുതി എന്ന് മുതലാണ് നിലവിൽ വന്നത്? കാർബൺ നികുതി എന്ന് മുതലാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്ന് മുതലാണ് ശ്രദ്ധിച്ചേ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ജനുവരി 1, 2026 ജനുവരി 1 കേട്ടോ. എന്താണ്? ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കുന്ന സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്ന കാർബൺ നികുതി എന്ന് മുതലാണ് നിലവിൽ വന്നത്? എന്ന് മുതലാണ്? ജനുവരി 2026 മുതലാണ് കേട്ടോ. ജനുവരി 1, 2026 മുതൽ. ഇനി അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യത്തെ റൂട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ റൂട്ട് ഏതാണ്? അസമിലെ ഗുവാഹത്തിക്കും അതുപോലെ തന്നെ ബംഗാളിലെ ഹൗറയ്ക്കും ഇടയിലാണ് കേട്ടോ. എവിടെയാണ്? അസമിലെ ഗുവാഹത്തിക്കും അതുപോലെ തന്നെ ബംഗാളിലെ ഹൗറയ്ക്കും ഇടയിൽ എന്ത്? വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യത്തെ റൂട്ട് ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, അസമിലെ ഗുവാഹത്തിക്കും അതുപോലെ തന്നെ ബംഗാളിലെ ഹൗറയ്ക്കും ഇടയിലാണ് കേട്ടോ. ഏതാണ്? ഹൗറയ്ക്കും ഇടയിലാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. ന്യൂയോർക്കിൽ 112ാമത് മേയറായി 2026 ജനുവരി 1 അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിമുമായ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ന്യൂയോർക്കിൽ 112ാമത് മേയറായി 2026 ജനുവരി 1 അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ വംശജൻ അതുപോലെ തന്നെ മുസ്ലിമുമായിട്ടുള്ള വ്യക്തി ആരാണ്? സൊഹ്റാൻ മന്ദാനിയാണ് കേട്ടോ. ആരാണ്? സൊഹ്റാൻ മന്ദാനിയാണ് കേട്ടോ. എന്താണ്? ന്യൂയോർക്കിൽ 112ാമത് മേയറായി 2026 ജനുവരി 1 അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ വംശജനും
ആദ്യ മുസ്ലിമുമായ വ്യക്തി ആരാണ്? സോഹ്റാൻ മന്ദാനിയാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ശ്രദ്ധിച്ചിരിക്കുക. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? മലയാളി ആരാണ്? ആരാണ്? ശ്രീകുമാർജി പിള്ളയാണ് കേട്ടോ. ആരാണ്? ശ്രീകുമാർജി പിള്ളയാണ്. എന്താണ്? ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? മലയാളി ആരാണ്? ശ്രീകുമാർജി പിള്ളയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി നോക്കിയേ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ റോസമ്മാസ് ബോയ് എന്ന കഥ രചിച്ചത് ആരാണ്? റോസമ്മാസ് ബോയ് എന്ന കഥ രചിച്ചത് ആരാണ്? ആരാണ്? അഞ്ജന മേനോൻ ആണ് കേട്ടോ. ആരാണ്? അഞ്ജന മേനോൻ ആണ് കേട്ടോ. ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ റോസമ്മാസ് ബോയ് എന്ന കഥ രചിച്ചത് ആരാണ്? അഞ്ജന മേനോൻ ആണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തി ആരാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തി ആരാണ്? വ്യക്തി സൗമൻ സെൻ ആണ് കേട്ടോ. ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വിട്ടുകളയരുത്. ഇനി നോക്കി അടുത്തതിലേക്ക് പോകാം. 2020 ലോകകപ്പിനുള്ള ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യൻ വംശജൻ 2020 ലോകകപ്പിനുള്ള ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ജതീന്ദർ സിംഗ് ആണ് കേട്ടോ. ആരാണ്? ജതീന്ദർ സിംഗ് ആണ് കേട്ടോ. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2026 ജനുവരിയിൽ നിയമപരമായി പ്രായപൂർത്തിയായി പരിഗണിക്കാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണ്? പുതിയ നിയമം നിലവിൽ വന്ന രാജ്യം UAE ആണ് കേട്ടോ. 2026 ജനുവരിയിൽ നിയമപരമായി പ്രായപൂർത്തിയായി പരിഗണിക്കാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം നിലവിൽ വന്ന രാജ്യമാണ് UAE കേട്ടോ. ഇനി നോക്കിയേ, അടുത്തതിലേക്ക് കടക്കാം. രാജ്യത്ത് ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. രാജ്യത്ത് ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ലഭിച്ചത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ആർക്കാണ്? ഡോക്ടർ പി ശങ്കറും അതുപോലെ തന്നെ ഡോക്ടർ അഞ്ജിത വിശ്വനാഥൻ, രണ്ടുപേർക്കാണ് കേട്ടോ. എന്താണ്? ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ പി ശങ്കറിനും അതുപോലെ തന്നെ ഡോക്ടർ അഞ്ജിത വിശ്വനാഥനുമാണ് കേട്ടോ. ശ്രദ്ധിച്ചേ. ഇനി അടുത്ത നോക്കാം. 2026 ജനുവരിയിൽ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാനായി നിയമിതനായത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. ഉത്തരം കാർത്തികേയൻ മാണിക്യമാണ് കേട്ടോ. ഉത്തരം കാർത്തികേയൻ മാണിക്യം. 2026 ജനുവരിയിൽ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാനായി നിയമിതനായത് കാർത്തികേയൻ മാണിക്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചേ. അടുത്ത നോക്കാം. 2026 പരീക്ഷിക്കുന്ന സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായ ജലപേടകം ഏതാണ്? 2026 പരീക്ഷിക്കുന്ന സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായ ജലപേടകം ഏതാണ്? മത്സ്യ 6000 ആണ് കേട്ടോ. മത്സ്യ 6000 ആണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്തതിലേക്ക് നോക്കാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ വൈൽഡ് കാർഡ് എൻട്രിയായി കളിക്കളത്തിലെത്തുന്ന അമേരിക്കൻ വനിതാ ടെന്നീസ് താരം ആര് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ വൈൽഡ് കാർഡ് എൻട്രിയായി കളിക്കളത്തിലെത്തുന്ന അമേരിക്കൻ വനിതാ ടെന്നീസ് താരം ആര്? വീനസ് വില്യംസ് ആണ് കേട്ടോ. ആരാണ്? വീനസ് വില്യംസ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അടുത്തതിലേക്ക് പോകാം. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള
ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നൽകി വരുന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് ലഭിച്ച മലയാളി ആരാണ് എന്നുള്ള ചോദ്യമാണ്. എന്താണ്? ബ്രീഡ് കൺസർവേഷൻ അവാർഡ് ലഭിച്ച മലയാളി. എന്ത്? കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നൽകി വരുന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് ആർക്കാണ് ലഭിച്ച മലയാളി ആരാണ്? അജയ് കുമാർ വാല്യമാണ് കേട്ടോ. ആരാണ്? അജയ് കുമാർ വാല്യമാണ്. ഇനി അടുത്ത നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. UAE സർക്കാരിന്റെ 2025 അറബ് ജീനിയസ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? UAE സർക്കാരിന്റെ 2025 അറബ് ജീനിയസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ ചാർബൽ റാഗർ ആണ് കേട്ടോ. ആരാണ്? പ്രൊഫസർ ചാർബൽ റാഗർ ആണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത ശ്രദ്ധിച്ചേ. ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ റോസമാസ് ബോയ്സ് എന്ന കഥ രചിച്ചത് ആരാണ്? അഞ്ജന മേനോനാണ്. നമ്മൾ ഒന്ന് പറഞ്ഞു പോയതാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? സൗമൻ സെൻ. നമ്മൾ ഇതൊന്ന് പറഞ്ഞു പോയതായിരുന്നു. അടുത്തതിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചേ. തീരമേഖലയിലെ മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സമുദ്രപ്രതാപാണ് കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. തീരമേഖലയിലെ മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ചോദ്യം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. അപ്പൊ നമ്മള് അടുത്ത 2 ചോദ്യം കൂടെ നമ്മൾ കവർ ചെയ്തു. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. US വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഡെൽസി റോഡ്രിഗോയാണ്. എന്താണ്? US വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഡെൽസി റോഡ്രിഗോയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഡെൽസി റോഡ്രിഗോയാണ് കേട്ടോ. ഇനി നോക്കാം, അടുത്തതിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചിരിക്കുക. 1990 US സേന അറസ്റ്റ് ചെയ്ത പനാമയുടെ സൈനിക ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 1990 US സേന അറസ്റ്റ് ചെയ്ത പനാമയുടെ സൈനിക ഭരണാധികാരി ആരാണ്? ജനറൽ മാനുവൽ നൊറിയേഗ ആണ് കേട്ടോ. ആരാണ്? ജനറൽ മാനുവൽ നൊറിയേഗ ആണ് കേട്ടോ. ഇനി നോക്കി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളന വേദി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളന വേദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് കേട്ടോ. ഉത്തരം എന്താണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. എന്തിന്റെ വേദിയാ? ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളന വേദി എവിടെയാണ് എന്നുള്ള ചോദ്യം. സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്തത് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. 2026 ജനുവരി 5 അന്തരിച്ച മലയാള നടൻ ആരാണ് എന്നാണ് ചോദ്യം. 2026 ജനുവരി 5 അന്തരിച്ച മലയാള നടൻ ആരാണ്? പുന്നപ്ര അപ്പച്ചനാണ് കേട്ടോ. ഇനി നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീൻ ഏതാണ്? അറ്റ്ലാന്റിക് ബ്ലൂഫിൻ ട്യൂണയാണ് കേട്ടോ. ഏതാണ്? അറ്റ്ലാന്റിക് ബ്ലൂഫിൻ ട്യൂണയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കാം. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിക് പദാർത്ഥം വികസിപ്പിച്ച IIT ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് പോയിന്റ് ചെയ്യേണ്ടത് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിക് പദാർത്ഥം വികസിപ്പിച്ച IIT ഏതാണ്? ഗുവാഹത്തിയാണ് കേട്ടോ. അപ്പൊ ഏതാണ്? നമ്മൾ ഇതുപോലെ എത്ര ചോദ്യങ്ങൾ നോക്കിയെന്ന് മനസ്സിലായില്ല. നമ്മൾ കുറെ കറണ്ട് അഫെയർ, അതായത് ജനുവരി 1 മുതൽ ജനുവരി 6 വരെയുള്ള കറണ്ട് അഫെയർ ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അതിപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് വീക്കിലി കറണ്ട് അഫെയറുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് കറണ്ട് അഫെയർ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട്
ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.